നമ്മളിനി ഒരു എൽ പി പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ രണ്ട് വേരിയബിൾസ് വരുന്ന ഒരു എൽ പി പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇത് നിങ്ങൾ പഠിച്ചതാണ്, ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ എൽ പി പ്രോബ്ലം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ +2 +1 എൽ പി പ്രോബ്ലം ഉണ്ട്. 2 വേരിയബിൾസ് വരുന്ന എൽ പി പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് +2. ഓക്കെ, നമുക്ക് ജനറലായിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു എൽ പി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളുള്ള ഒരു എൽ പി പ്രോബ്ലം, അതായത് എൽ പി പി ഇൻ 2 ഡയമെൻഷണൽ സ്പേസ് E2, യൂക്ലിഡിയൻ സ്പേസ് 2. അതായത് രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു എൽ പി പ്രോബ്ലത്തിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. എൽ പി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലൊരു ലീനിയർ ഫംഗ്ഷൻ ഉണ്ടാവും, രണ്ട് വേരിയബിളുള്ള f(x) എന്നുള്ള ഫംഗ്ഷൻ. ഈ വേരിയബിൾസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ, നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയുക. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഈ തന്നിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൽ എവിടെയാണ് മാക്സിമം വരിക അല്ലെങ്കിൽ മിനിമം വരിക എന്ന് കണ്ടെത്തലാണ് നമ്മളുടെ എയിം. എഫിൻ്റെ ആ മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കൂടെ കണ്ടെത്തുക. ഓക്കെ, ഇതാണ് നമ്മളുടെ എയിം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മളെ കയ്യിൽ ഒരു പ്രോബ്ലം ഉണ്ട്, എൽ പി പ്രോബ്ലം, LPP. Maximize f(x) equal to 4x1 plus 5x2 subject to the conditions x1 minus 2x2 less than or equal to 2, 2x1 plus x2 less than or equal to 6, x1 plus 2x2 less than or equal to 5, minus x1 plus x2 less than or equal to 2, x1 plus x2 greater than or equal to 1, x1, x2 greater than or equal to 0. അതായത് നമ്മൾക്ക് ഒരു ലീനിയർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, രണ്ട് വേരിയബിൾസിലുള്ള f(x) ഈക്വൽ ടു ലീനിയർ ഫംഗ്ഷൻ f(x) ഈക്വൽ ടു 4x1 പ്ലസ് 5x2. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഈ ഫംഗ്ഷൻ താഴെ തന്നിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൽ എവിടെയാണ് മാക്സിമം വാല്യൂ തരിക, ആ മാക്സിമം വാല്യൂ എത്രയാണ് എന്നും കൂടെ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷണൽ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിനെ നമ്മൾക്ക് പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, പ്ലെയിനിൽ കാണാം. ഓക്കെ, ഇതാണ് താഴെ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് പ്ലെയിനിൽ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക നോക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? x1 minus 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടി വരിക? നമ്മൾ x1 minus 2x2 ഈക്വൽ ടു 2 എന്നുള്ള ലൈന് ആദ്യം വരക്കുക. ഓക്കെ, x1 minus 2x2 ഈക്വൽ ടു 2 എന്നുള്ള ലൈന് വരക്കുക. ഓക്കെ, അപ്പോൾ ആ ലൈനിന്മേലുള്ള പോയിൻറ്റ്സിലൊക്കെ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ലൈനിൻ്റെ അപ്പർ സൈഡിൽ വരുന്ന പോയിൻറ്റ്സൊക്കെ ഒരു ഇൻഈക്വാളിറ്റി ആയിരിക്കും. ഒന്നില്ലെങ്കിൽ x1 minus 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 2 എന്നുള്ള ഇൻഈക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2 എന്നുള്ള ഇൻഈക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇൻഈക്വാളിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ മുകളിൽ ഗ്രേറ്റർ ദാൻ 2 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ താഴെ ലെസ് ദാൻ ആയിരിക്കും, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഐഡിയ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം x1 minus 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുന്ന പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ x1 minus 2x2 ഈക്വൽ ടു 2 എന്നുള്ള ലൈന് വരക്കുക. ആ ലൈന് വരക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണ്? നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ x1-ഉം വെർട്ടിക്കൽ ആക്സിസിൽ x2 ആണ് അടയാളപ്പെടുത്തുന്നത്. അത് ഓർത്തേക്കാം. അപ്പോൾ
നമ്മൾ ഈ ലൈന് x1 ആക്സിസിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, x2 ആക്സിസിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ ലൈന് എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോയിൻറ്റ്സിന് ജോയിൻ ചെയ്യുന്ന ലൈനായിരിക്കും. മോർ ഓവർ നമ്മളുടെ അവസാനത്തെ കണ്ടീഷൻ നോക്കുക, x1ഉം x2ഉം നോൺ നെഗറ്റീവ് ആണ്. അതായത് നമ്മളുടെ ഈ വേരിയബിൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് വരിക ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. കാരണം രണ്ട് വേരിയബിൾസും നോൺ നെഗറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഹൊറിസോണ്ടൽ പോസിറ്റീവ് സൈഡും വെർട്ടിക്കൽ ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡും. ഓക്കെ, ഈ പോർഷനാണ് നമ്മളുടെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് വരിക. അതിൽ തന്നെ ഈ ബാക്കിയുള്ള 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം x1 + 2 - 2x2 = 2 എന്നുള്ള ലൈന് മാർക്ക് ചെയ്യുക. അതിന് നമ്മൾ ഈ ലൈന് x1 ആക്സിസിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, x2 ആക്സിസിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ആ രണ്ട് പോയിൻറ്റ്സിന് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ x1 ആക്സിസിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ നമ്മൾ x1 = 0 കൊടുത്താൽ, അപ്പോൾ നമ്മളുടെ x2 ആക്സിസിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ x2 ആക്സിസിൽ x1 കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ x1 0 ആകുമ്പോൾ x2 എന്താവണം, 0 - 2x2 = 2 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ x2 -1 ആവണം. അപ്പോൾ x2 ആക്സിസിൽ 0 - 1 എന്നുള്ള പോയിന്റിലായിരിക്കും ഈ ലൈന് മീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ x1 ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാണാൻ x1 ആക്സിസിൽ x2 0 ആയിരിക്കും. അപ്പോൾ x2 0 എടുത്താൽ ആ ഇക്വേഷനിൽ നമ്മൾക്ക് എന്ത് കിട്ടും, x1 = 2 എന്ന് കിട്ടും. അപ്പോൾ 2 0 എന്നുള്ള പോയിന്റിലായിരിക്കും അവിടെ മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് നോക്കുക, ഈ ലൈന് x1 - 2x2 = 2 എന്നുള്ള ലൈന് 0 - 1 എന്നുള്ള പോയിന്റിലൂടെയും പിന്നെ 2 0 എന്നുള്ള പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ലൈനായിരിക്കും. അപ്പോൾ ആ ലൈന് വരക്കുക. എന്നിട്ട് ഈ ലൈൻ സെഗ്മെൻറ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എവിടെ വരുന്നത് നോക്കുക. ഓക്കെ, കാരണം x1ഉം x2ഉം നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് മാർക്ക് ചെയ്യണം, x1 - 2x2 <= 2 ആവുന്ന പോർഷൻ നമ്മൾക്ക് ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഈ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ്റെ ഇൻ്റർസെക്ഷനാണ് വേണ്ടത്. കാരണം എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ x1 - 2x2 <= 2 ആയിട്ടുള്ള പോർഷൻ മാർക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുക, x1 - 2x2 <= 2 ആവുന്ന പോർഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ x1 - 2x2 <= 2 ആവുന്ന പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൻ്റെ അപ്പർ സൈഡിലാണോ ലോവർ സൈഡിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഒരു പോയിൻ്റ് അപ്പർ സൈഡിൽ നിന്നോ ലോവർ സൈഡിൽ നിന്നോ ചൂസ് ചെയ്യുക. ആ പോയിൻ്റ് ഏത് ഇൻഇക്വാളിറ്റി ആണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും എളുപ്പം 0 0 ഒറിജിൻ ഏത് സൈഡിലാണ് നോക്കുകയാണ്. അപ്പോൾ 0 0 കൊടുത്താൽ 0 - 2 × 0 <2 ആണ്. അപ്പോൾ 0 0 എന്നുള്ള പോയിൻ്റ് നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് ഈ ലൈനിൻ്റെ മുകളിലാണ്. അപ്പോൾ അപ്പർ സൈഡിൽ വരുന്ന ഈ ലൈനിൻ്റെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൻ്റെ അപ്പർ സൈഡ് വരുന്ന പോർഷൻസാണ് ഈ കണ്ടീഷൻസ്, അപ്പർ സൈഡിൽ വരുന്ന പോയിൻറ്റ്സിലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ലോവർ സൈഡിലുള്ള പോയിൻറ്റ്സൊക്കെ <2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലൈനിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. കാരണം താഴെയുള്ള ഭാഗത്തൊക്കെ ഈ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക, 2x1 + x2 <= 6. അപ്പോൾ ആ പോർഷൻ മാർക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുക, 2x1 + x2 = 6 എന്നുള്ള ലൈന് മാർക്ക് ചെയ്യുക. എന്നിട്ട് <= 6 വരുന്ന പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ 0 0 കൊടുത്തു നോക്കുക. അപ്പോൾ
0 കൊടുക്കുമ്പോൾ 0 + 0 എന്ന് കിട്ടും, വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ ഒറിജിൻ നമ്മളുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറിജിൻ വരുന്ന പോർഷനിലുള്ള എല്ലാ പോയിൻറ്റ്സും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആ ലൈനിൻ്റെ ഒറിജിൻ വരാത്ത പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കും. ഓക്കെ, അതായത് 2x1 + x2 എന്നുള്ള x2 = 6 എന്നുള്ള ലൈനിൻ്റെ അപ്പർ സൈഡ്, ഓക്കെ, അപ്പർ സൈഡ് ഒഴിവായിട്ട് പോകും. ഓക്കെ, അപ്പർ സൈഡിൽ ഉള്ള പോയിൻറ്റ്സിലൊക്കെ 2x1 + x2 > 6 ആയിരിക്കും. ഇതേപോലെ ഈ റീജിയൻസൊക്കെ മാർക്ക് ചെയ്യുക. x1 + 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 -x1 + x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 x1 + x2 > 1. പിന്നെ x1, x2 > 0 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റും x1 ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡും x2 ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡും. അപ്പോൾ ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓരോ റീജിയൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ച് നമ്മൾ കുറേ റീജിയൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും റീജിയൻ ബാക്കിയുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ XY പ്ലെയിനിൽ ഇനി കട്ട് ചെയ്യാതെ ഏതെങ്കിലും റീജിയൻ ബാക്കിയുണ്ടെങ്കിൽ ആ റീജിയനായിരിക്കും നമ്മളുടെ പോയിൻറ്റ്സ്. അതായത് ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത റീജിയൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന റീജിയനായിരിക്കും ഈ 5 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ. ആ റീജിയൻ മാത്രമായിരിക്കും നമ്മൾ ഈ 4 കണ്ടീഷനും കൊടുത്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു റീജിയൻ കിട്ടും. പിന്നെ നമ്മൾ ഇനി പ്രൂവ് ചെയ്യും ഈ റീജിയനെ നമ്മൾ ബേസിക് ഫീസിബിൾ റീജിയൻ എന്നാണ് പറയുക. ബേസിക് ഫീസിബിൾ റീജിയൻ അല്ല, ഫീസിബിൾ റീജിയൻ. ഓക്കെ, അതിലെ പോയിൻറ്റ്സിനെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് എന്നും പറയും. ഓക്കെ, നമുക്ക് പറയാം ടെർമിനോളജിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലൊക്കെ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യും. ഈ മാക്സിമം ഈ റീജിയൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ ആയിരിക്കും. മാക്സിമം മിനിമം ഏതെങ്കിലും റീജിയൻ്റെ വെർട്ടെക്സിൽ ഈ നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത റീജിയൻ്റെ വെർട്ടെക്സുകളിൽ വരും എന്നാണ് റിസൾട്ട്. അത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാണ്ട് ഫോർ ടൈം ബീയിങ് ആ റിസൾട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. അതായത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത റീജിയൻസിൻ്റെ വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്താൽ അതിലെ വെർട്ടെക്സുകളിലായിരിക്കും മാക്സിമം ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യും. അതായത് ഈ ഫംഗ്ഷൻ f(x)ൻ്റെ മാക്സിമം എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ ഈ ഫംഗ്ഷൻ f(x)ൻ്റെ മിനിമം എക്സിസ്റ്റ് ചെയ്യും. ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത റീജിയൻ്റെ വെർട്ടെക്സുകൾ കണ്ടെത്തുക എന്നാണ്. അതിൽ x1 മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. അതേപോലെ തന്നെ x2 ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സും നമ്മൾക്ക് കിട്ടും. ഫീസിബിൾ റീജിയണും x2 ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ്. അതായത് ഞാൻ ഈ വെർട്ടെക്സുകളെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ABCDGF. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ x2 ആക്സിസുമായിട്ട് റീജിയൻ മീറ്റ് ചെയ്യുന്ന പോർഷനായിരിക്കും. അത് നമ്മൾക്ക് മനസ്സിലാക്കാം. A എന്നുള്ള പോയിൻ്റ് 0,1 ആയിരിക്കും, B എന്നുള്ള പോയിൻ്റ് 0,2 ആയിരിക്കും. ഇനി C എന്നുള്ള പോയിൻ്റ് 2 ലൈൻസിൻ്റെ
രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ലൈൻസ്? -x1 + x2 = 2, അതേപോലെ തന്നെ x1 + 2x2 = 5. അപ്പോൾ ആ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്ക് സി എന്നുള്ള പോയിൻ്റ് കിട്ടും. കാരണം സി എന്നുള്ള പോയിന്റിൽ ഈ രണ്ട് ഇക്വേഷനും ഹോൾഡ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്താൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്താൽ അതിൽ നിന്ന് x1 എന്നുള്ള വേരിയബിൾ ഒഴിവായിട്ട് പോകും. അപ്പോൾ 3x2 + 7 3x2 = 7 എന്ന് കിട്ടും. x2 = 7/3. x2 = 7/3 ഈ രണ്ട് ലൈനിലെ ഏതെങ്കിലും ഒരു ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് x1 കിട്ടും. ഓക്കെ, അപ്പോൾ x1 = 1/3 കിട്ടും. അതായത് സി എന്നുള്ള പോയിൻ്റ് 1/3, 7/3 ആണ്. ഇനി ഡി എന്നുള്ള പോയിൻ്റ് വേറെ വേറെ രണ്ട് ലൈനിൻ്റെ മീറ്റ് ചെയ്യുന്ന വേറെ രണ്ട് ലൈന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് 2x1 + x2 = 6 എന്നുള്ള ഒരു ലൈനും x1 + 2x2 = 5 എന്നുള്ള ലൈൻ. ഓക്കെ, ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഡി. അപ്പോൾ ആ ഡി കണ്ടെത്താൻ ഈ രണ്ട് ലൈനിൻ്റെ ഇക്വേഷനെ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് ഡി എന്നുള്ള പോയിൻ്റ് 7/3, 4/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡി കിട്ടി. ഇനി ഇ എന്നുള്ള പോയിൻ്റ് രണ്ട് ലൈൻസ് 2x1 + x2 = 6, x1 - 2x2 = 2 എന്നുള്ള ഈ രണ്ട് ലൈൻസിന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസും ഈ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റ്. അപ്പോൾ ഈ എന്നുള്ള പോയിൻ്റ് ആ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ചെയ്തിട്ടുണ്ട്. 14/5, 2/5, 2/5 എന്നുള്ള 2/5 എന്നുള്ള പോയിൻ്റ് വരും. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഇ പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിക്ചറിൽ തന്നെ മനസ്സിലാക്കാം. എഫ് 20 എന്നുള്ള പോയിൻ്റ്, ജി 10 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഈ റീജിയൻ്റെ വെർട്ടെക്സുകൾ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വെർട്ടെക്സുകളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ മാക്സിമം വരും, അതേപോലെ മിനിമം വരും. നമുക്കിപ്പോൾ മാക്സിമം വാല്യൂ കണ്ടെത്താനാണ്. അപ്പോൾ ഈ പോയിന്റിൽ എവിടെയാണ് ഈ പോയിൻ്റാണ് 7 പോയിന്റിൽ എവിടെയാണ് മിനിമം മാക്സിമം വരിക എന്ന് നോക്കിയാൽ മതി. അപ്പോൾ വാല്യൂസ് കൊടുക്കുക. ഓക്കെ, f(0,1) എന്തായിരിക്കും? എഫിൻ്റെ ഡെഫിനിഷനിൽ കൊടുക്കുക. 4x1 + 5x2 ആണ്. അപ്പോൾ 4 × 0 + 1 × 5 which will be 5. ഓക്കെ, f(x) 4x1 + 5x2 ആണ്. ഇനി അപ്പോൾ f(0,1) കിട്ടി. അതേപോലെ f(0,2) കാൽക്കുലേറ്റ് ചെയ്യുക 10, f(1/3, 7/3) കാൽക്കുലേറ്റ് ചെയ്യുക, f(7/3, 4/3) കാൽക്കുലേറ്റ് ചെയ്യുക 16, f(14/5, 2/5) കാൽക്കുലേറ്റ് ചെയ്യുക 13.2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റ് വെർട്ടെക്സുകളിലൊക്കെ എഫിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാം, ഈ വാല്യൂസിൽ എവിടെയാണ് മാക്സിമം വരുന്നത് നോക്കുക. അതായിരിക്കും എഫിൻ്റെ ഈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച റീജിയനിലുള്ള മാക്സിമം മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 7/3, 4/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 16 ആണ് മാക്സിമം വാല്യൂ വരുന്നത്. അത് അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റ് 7/3, 4/3. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക. 2 വേരിയബിൾസ് വരുന്ന LP പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.